ആ ഒരു ഹൃദയം ഇടിക്കുന്ന ഒരു സൗണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു വണ്ടീൻ്റെ കൊള്ളാലോ, ഇതുണ്ടോ, ഒരു പ്ലഗ് പോയിന്റ് ആണ് ഈ കാണുന്നത്. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എവിടെയുള്ളത്? യെസ്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ ഏത് വാഹനത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. മറ്റേതുമല്ല, ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി 2022 പുറത്തിറക്കിയ ടൊയോട്ടേന്റെ ഒരു മികച്ച കരുത്തുറ്റ ആ ഒരു ഓഫ് റോഡ് പിക്കപ്പ് ട്രക്കിന്റെ അകത്താണ്. അതായത് ടൊയോട്ട ഹൈലക്സിന്റെ ഇന്റീരിയറിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ടൊയോട്ട ഹൈലക്സിന്റെ ഇന്റീരിയർ വീഡിയോ പ്ലസ് ഡ്രൈവ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ടൊയോട്ട ഹൈലക്സിന്റെ ഇന്റീരിയറും അതുപോലെ തന്നെ ഡ്രൈവ് വിശേഷങ്ങളും നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ടൊയോട്ട ഹൈലക്സിന്റെ ഒരു ഡോർ പാഡ് യൂണിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇന്റീരിയർ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ ക്രോം ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. സിൽവർ ഒരു യൂണിറ്റ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കാണാം. ഇതെല്ലാം തന്നെ ഈ ഒരു ഹാൻഡിലെല്ലാം തന്നെ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ സ്റ്റിച്ചിങ്ങോട് കൂടിയ ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ എല്ലാം തന്നെ പിയാനോ ബ്ലാക്കും മാറ്റ് ബ്ലാക്ക് ഫിനിഷിൻ്റെ ആ ഒരു അകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മിറർ കൺട്രോൾ, മിറർ ഫോൾഡ് ചെയ്യാൻ അൺഫോൾഡ് ചെയ്യാനുള്ള കൺട്രോളാണിത്. ഇങ്ങനെ ഫുള്ള് കാര്യങ്ങൾ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ കാണാം, ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ. അതുപോലെ തന്നെ വാർണിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഡോർ ഓപ്പൺ വാർണിംഗ് ലാമ്പ്. സ്പീക്കർ യൂണിറ്റ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഹൈലക്സ് എന്നുള്ള ഒരു പ്ലേറ്റിംഗ് നമുക്ക് കാണാം. സിൽവർ പ്ലേറ്റിൽ ഹൈലക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെതർ അപ്പോളിസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ സീറ്റിംഗ് ആണ്. ആ സ്റ്റിച്ചിങ് എല്ലാം തന്നെ കണ്ടില്ലേ. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലെതർ സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കണ്ടോ, ആ ഒരു കൺട്രോൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എന്താ പറയുക, ഇതൊരു ഓഫ് റോഡർ ആണെന്ന് തന്നെ നമുക്ക് തോന്നത്തില്ല. കാരണം അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിൽ നമുക്ക് ഈ ഒരു എ പില്ലറിൽ കാണാം. ഇപ്പോൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ യെസ്, ദിസ് ഈസ് സംതിങ് ഓസം. ഇതാണ് ടൊയോട്ട ഹൈലക്സിന്റെ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. ചെറിയ റഗഡ് ഫീൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രീമിയം വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുക. കാരണം ഒരു ഓഫ് റോഡറിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. ഒരു ഇന്നോവ അല്ലെങ്കിൽ ഒരു ഫോർച്യൂണറിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഫീലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് വീൽ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോളും കാണാം. അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഒരു കൺട്രോളാണ് കാണുന്നത്. നടുവിലായിട്ട് ടൊയോട്ടന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ പ്ലേറ്റ്, ഒരു സിൽവർ എലമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിന്റെ തേർഡ് സ്പോക്കിൽ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോളാണ്. പക്ഷേ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഇതാ ഈ ഒരു ഭാഗത്താണ്, അതായത് സ്റ്റിയറിംഗിന്റെ താഴ്ഭാഗത്തായിട്ട് ക്രൂയിസ് കൺട്രോളാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റിന്റെ ഭാഗം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ വൈപ്പർ യൂണിറ്റിന്റെ ഇതാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ അല്ല, കാരണം ഇതൊരു ഓഫ് റോഡർ പിക്കപ്പ് ട്രക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ഡിജിറ്റൽ അല്ല. ഒരു 2 അനലോഗ് സ്ക്രീനും നടുവിലായിട്ട് ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ഓഫ് റോഡർ വാഹനത്തിന്റെ ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ബാക്കിയുള്ള എലമെന്റ്സ് ഒന്നും തന്നെ നമുക്കൊരു ഓഫ് റോഡർ വാഹനത്തിൽ മാത്രം കാണുന്ന ഒരു എലമെന്റ് അല്ല, അല്ലെങ്കിൽ ഇന്റീരിയർ തീം അല്ല എന്ന് തന്നെ പറയാം. സോ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ മുകളിൽ തന്നെ ആ ഒരു AC വെൻസ് ആണ് കാണുന്നത്. നടുവിലായിട്ട് ഒരു ക്ലോക്ക് യൂണിറ്റ്, ഇതൊരു ക്ലോക്കാണ്, ഡിജിറ്റൽ ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെ തന്നെയാണ് ഹസാർഡ് ലാമ്പിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഹാർഡ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്, ഒരു ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അതിന് നടുവിലായിട്ട് ഒരു സിൽവർ ഫിനിഷിന്റെ ഭാഗം കാണാം. അതിന്റെയും ചെറിയൊരു ഭാഗത്ത് ക്രോം ഫിനിഷിന്റെ ഭാഗം. പിന്നെ ആ ഒരു ഡാഷ്ബോർഡ് യൂണിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു യൂണിറ്റ് മൊത്തത്തിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ നമുക്ക് വയർലെസ്ലി കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. AC കൺട്രോൾ യൂണിറ്റ് ഡുവൽ ടോൺ AC കൺട്രോൾ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതിന് ആ ഒരു AC കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാം. പിന്നെ ഇതെന്ന് പറയുന്നത്
ഇതാണ് ഈ ഒരു വണ്ടീൻ്റെ 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യുന്ന ഒരു ഗിയർ സെലക്ടർ എന്ന് പറയുന്നത്. കണ്ടോ, വളരെ സിമ്പിൾ ആൻഡ് എന്താ പറയുക ഈസി ടാസ്കിലൂടെയാണ് ഈ ഒരു ഗിയർ സെലക്ടർ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓഫ് റോഡ് എനേബിൾ ചെയ്യാവുന്ന ഒരു ഗിയർ സെലക്ടറാണ് കാണുന്നത്. നമ്മൾ പഴയ വണ്ടികളിലൊക്കെ അതായത് AC-ൻ്റെ സ്വിച്ച് അല്ലെങ്കിൽ AC-ൻ്റെ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഗിയർ സെലക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ഓഫ് റോഡ് ഗിയർ സെലക്ടർ 2H 4H 4 ലോ. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയ ഇപ്പോൾ 4H ആയി. ഒന്ന് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയ 4 ലോ ആയി. നമുക്ക് അത് ആവശ്യമില്ലാത്തതുകൊണ്ട് തിരിച്ച് 2H തന്നെയാണ്. ഒന്നുകൂടി ചെയ്യാം. 4H വരുമ്പോൾ ഇവിടെ കണ്ടോ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഇനി 4 ലോയിലാക്കി കഴിഞ്ഞാൽ കാണിച്ചു തരാം. 4 ലോയിലാകുമ്പോൾ കണ്ടോ 4 ലോ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേഷൻ വരുന്ന കാണാം. നമുക്ക് ഈ ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക ഒരു ടാസ്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഇതൊരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്. ഇതൊരു USB ചാർജിങ് സോക്കറ്റാണ്. ഇതെന്ന് പറയുന്നത് ഹിൽ ഡീസൻ കൺട്രോളാണ്. ഇത് ട്രാക്ഷനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സ്വിച്ചാണ്. ഇവിടെയും ഒരു 12 വോൾട്ടിന് ചാർജിങ്, അതായത് രണ്ട് സൈഡ് നമ്മളെ AC-ൻ്റെ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ, അതായത് രണ്ട് സൈഡും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ കപ്പ് ഹോൾഡർ കാണാം. ഇതാ ഡ്രൈവർ ചേട്ടൻ്റെ ചാർജർ കേട്ടോ. പിന്നെ ഇതാണ് ടൊയോട്ട എന്താ പറയുക ഹൈലക്സിൻ്റെ ഒരു കീ വരുന്നത്. വളരെ സിമ്പിളായ ഒരു കീ ആണ്, പക്ഷെ ഒരു വ്യത്യസ്തമായ കീ അല്ലേ, കൊള്ളാം. പിന്നെ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇത് എക്കോ മോഡ്, പവർ മോഡ്, രണ്ട് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഇതാണ് നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഉള്ളത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട് പ്ലസ്, പൈനസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ എല്ലാം തന്നെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റും അലൂമിനിയം ഫിനിഷിന് കാണാം. വീണ്ടും താഴേക്ക് വരുമ്പോൾ വീണ്ടും ഒരു സ്റ്റോറേജ് ഏരിയ, ഹാൻഡ് ബ്രേക്ക് ലിവർ. പിന്നെയും താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും അതൊരു സ്റ്റോറേജ് ഏരിയ കാണുന്നത്. കൊള്ളാലോ, ഇതുണ്ടോ ഒരു പ്ലഗ് പോയിന്റ് ആണ് ഈ കാണുന്നത്. ഒരു ഡുവൽ പ്ലഗ് പോയിന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കുറിച്ച് ഞാൻ പറഞ്ഞു, ഇതൊരു ലെതർ അപ്പോളിസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയ ആ ഒരു സീറ്റ് ബെൽറ്റ് യൂണിറ്റ് കാണാം. പിന്നെ സ്റ്റോറേജ്, ഇവിടെയും ആ ഒരു രണ്ട് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഒന്ന് മുകളിൽ ഒരു അപ്പർ ഡെക്ക് കാണുന്നുണ്ടോ? യെസ്, ഒരു അപ്പർ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലോവർ സ്റ്റോറേജ് ഏരിയ കണ്ടോ. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീണ്ടും മുകളിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ സൺഗ്ലാസ് ഹോൾഡർ കാണാം. അതുപോലെ തന്നെ ഒരു നോർമൽ ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ SOS-ന്റെ സംവിധാനവും ഇവിടെ കാണാം. ഷെയ്ഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലാമ്പ് യൂണിറ്റ് ഇല്ല. ഒരു വാനിറ്റി മിററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർ സൈഡ് ഷെയ്ഡിലേക്ക് വരികയാണെങ്കിൽ മിറർ പോലും ഇല്ല, ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൊയോട്ട ഹൈലക്സിന്റെ ഫ്രണ്ട് സീറ്റിലുള്ള ആ ഒരു സംഗതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിയർ സീറ്റിൽ, അതായത് ഇതിന്റെ തൊട്ട് സെക്കൻഡ് റോ സീറ്റിൽ നമുക്ക് കയറിയിരിക്കണം. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി സെക്കൻഡ് റോ സീറ്റിംഗ് ഓഫ് ടൊയോട്ട ഹൈലക്സ്. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഇവിടെ ഒരു ട്വീറ്റർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന്റെ മ്യൂസിക് സിസ്റ്റത്തിന്റെ ഞാൻ കേട്ടില്ലല്ലോ. കൊള്ളാം, വാവ്, ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സോ നമുക്ക് ഇനി സെക്കൻഡ് റോ സീറ്റിലേക്ക് പോകാം. ഇതാണ് സെക്കൻഡ് റോ അല്ലെങ്കിൽ ടൊയോട്ടൻ്റെ റിയർ സീറ്റിങ്ങിൻ്റെ ഒരു ഡോർ പാഡ് യൂണിറ്റ് വരുന്നത്. ഡോർ യൂണിറ്റ് തന്നെ ഒരു വ്യത്യസ്തമായ ഡോർ യൂണിറ്റാണ്. കാരണം മറ്റു വണ്ടികളിൽ അല്ലെങ്കിൽ ഒരു ട്രക്കിൻ്റെ ഒരു ഡോർ യൂണിറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സ്ക്വയർ ഷേപ്പിലുള്ള, മൊത്തത്തിലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഡോർ യൂണിറ്റാണ്. ഇവിടെയും നമുക്ക് ആ ഒരു ലെതർ സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഭാഗം കാണാം.
ക്രോം ഡോർ ഹാൻഡിൽസ്, ഒരു സിൽവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു സിൽവർ പ്ലേറ്റിങ്ങിൽ ഹൈലക്സ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഈ ഒരു ബി പില്ലർ ലൈറ്റ് വലിയൊരു ഹാൻഡിലാണ്, നമുക്ക് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ, വലിയൊരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കയറിയിരിക്കാം, മറ്റൊരു എന്താ ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് സുഖമായിട്ട് പിടിച്ചിരിക്കാം. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും നമുക്ക് ലെഗ് സ്പേസ് ആണ് കിട്ടുന്നത്. കണ്ടോ, ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ഉണ്ട്. ഉള്ളിലേക്ക് നമുക്ക് കാല് കയറ്റിയിടാം, സുഖമായിട്ടിരിക്കാം. ഒരു ഫയൽ പോക്കറ്റാണ്. ഇതൊരു കോട്ട് ഹുക്കാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഹുക്ക് ഏരിയ. പിന്നെ നടുവിലായിട്ട് 2 AC വെൻസ് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെ, ഫാനിൻ്റെ സ്പീഡ് കൂട്ടാം സോറി ഫാനിൻ്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം, അതിൻ്റെ ഒരു നോബാണിത്. വേറെ ചാർജിങ് ഡോക്കോ ഒന്നും തന്നെ ഈ ഒരു റിയർ സീറ്റിൽ വരുന്നില്ല. പിന്നെ വീണ്ടും മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് യൂണിറ്റ് കാണാം. റിയർ പാസഞ്ചേഴ്സിനുള്ള ഒരു ലൈറ്റ് യൂണിറ്റ് സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 3 പാസഞ്ചേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെ പറയാം. സെൻട്രൽ ഒരു ആംബ്രസ്റ്റ് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. യെസ്. സോ പിന്നെ ഹെഡ് റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇഷ്ടം പോലെ ഹെഡ് റൂം ആണല്ലോ. 3 ഹെഡ് റൂം ഉണ്ട്. അതുപോലെ തന്നെ 3 പേർക്ക് വളരെ സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാം, ഇതൊരു പിക്കപ്പ് ട്രക്ക് എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ട്രക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു ഫാമിലി ആയിട്ട് സുഖമായിട്ട് ഒരു യാത്ര പോവുക, ബാക്കിൽ എന്തെങ്കിലും ലഗേജസോ അല്ലെങ്കിൽ ടെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിൽ ഇഷ്ടം പോലെ സ്പേസ് ആണ്. 2000 കിലോയ്ക്ക് അധികം നമുക്ക് ഈ ഒരു പേലോഡ് ഏരിയയിൽ നമുക്ക് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാം. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ട്രക്കും കൂടിയാണ്, അതുപോലെ തന്നെ പിക്കപ്പ് ട്രക്കുമാണ്. പിന്നെ ടൊയോട്ട ഹൈലക്സിനെ കുറിച്ച് വിദേശത്തെല്ലാം തന്നെ ഫാമിലീസ് ഈ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു ഫാമിലീസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ടൊയോട്ട ഹൈലക്സിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു വണ്ടി നമുക്ക് ഡ്രൈവ് എടുക്കാം. അപ്പോൾ ഡ്രൈവിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടൊയോട്ട ഹൈലക്സ് എല്ലാവരും തന്നെ, അല്ലെങ്കിൽ വിദേശത്തെന്ന് പറയണ്ട, മിക്ക വിദേശ രാജ്യങ്ങളിലും ടൊയോട്ട ഹൈലക്സ് വളരെ കോമൺ ആണ്. അപ്പോൾ അവര് എന്ന് പറയുന്നത് അവരും ഈ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണെന്ന് തന്നെ പറയാം. അതായത് ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഒരു ട്രാവൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ട്രക്ക്, ഈ ഒരു 4x4 ഓഫ് റോഡറായ ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിന് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ട്രക്കും കൂടിയാണ് ഈ ഒരു ടൊയോട്ട ഹൈലക്സ് എന്ന് പറയുമ്പോൾ. ഇതിനൊരു നോർമൽ പിക്കപ്പ് ട്രക്കായിട്ട് മാത്രം കണക്കാക്കരുതെന്ന് പറയാം. ഇതൊരു ലൈഫ് സ്റ്റൈൽ ട്രക്കും കൂടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഡ്രൈവ് ഓഫ് ന്യൂ ടൊയോട്ട ഹൈലക്സ്. ഈ ഒരു വണ്ടീന്റെ എഞ്ചിൻ റൂം നോക്കിയാൽ ഇതാണ് ആ ഒരു എഞ്ചിൻ റൂമിന്റെ ഒരു ലിവർ എന്ന് പറയുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് ആ ഒരു ഫ്യൂൽ ടാങ്കിന്റെ ആ ഒരു ലിവറും കാണാം, രണ്ടും മാറിപ്പോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു മാസീവ് ടൊയോട്ടേൻ്റെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ടൊയോട്ടേൻ്റെ എഞ്ചിൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിലയബിൾ ആയ ഒരു എഞ്ചിനാണ്. ലക്ഷങ്ങൾ കിലോമീറ്ററുകളോളം ഓടിയാലും ഈ ഒരു എഞ്ചിന് ഒരു പണിയും വരില്ല. അങ്ങനത്തെ ഒരു വളരെ റിലയബിലിറ്റിയോടുകൂടിയ ഒരു എഞ്ചിൻ ആണ് ടൊയോട്ട വാഹനങ്ങളുടേത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയുള്ളൊരു എഞ്ചിൻ യൂണിറ്റാണ് കാണുന്നത്. ഡീസൽ എഞ്ചിനാണ്. എഞ്ചിൻ വിശേഷങ്ങളിലെല്ലാം തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ വളരെ വലിയൊരു ഹുഡ് ഏരിയ, അതിലും മികച്ചൊരു എഞ്ചിൻ യൂണിറ്റ്, ആ വണ്ടീൻ്റെ ആ ഒരു സൈസിനനുസരിച്ചുള്ള ഒരു എഞ്ചിൻ യൂണിറ്റാണ് ഈ കാണുന്നത്. ടൊയോട്ടൻ്റെ ആ ഒരു ഹൃദയം ഇടിക്കുന്ന ഒരു സൗണ്ട് കേട്ടോ. ഇത് ലക്ഷങ്ങൾ കിലോമീറ്റർ ഓടിയാലും ഈ ഒരു ഇടുപ്പ് ഇങ്ങനെ ആ ഒരു ഇടുപ്പ് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും തന്നെ പറയാം. ഇൻസുലേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി ഡ്രൈവ് വീഡിയോയിൽ നമുക്ക് ബാക്കി എഞ്ചിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഗൈസ്, ഞാനിത് നമ്മുടെ പുതിയ ടൊയോട്ട ഹൈലക്സ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഒന്ന് റോഡിലേക്ക് എടുത്തിട്ട് ബാക്കി പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. വളരെ ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിൽ കിട്ടുക. അതായത് അത്രയും വിസിബിലിറ്റിയാണ്, അത്രയും റോഡ് വിസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അതൊരു ഓഫ് റോഡ് വാഹനമാണ്, ഒരു ഫുൾ സൈസ് SUV പോലത്തെ ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൈറ്റിലാണ് സീറ്റിംഗ് പൊസിഷൻ എല്ലാം തന്നെ. അപ്പം നമുക്കൊന്ന് റോഡിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഫുൾ പെർഫോമൻസ് ഒന്ന് ഓൺ റോഡ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം.
വാവ്, ആ ടൊയോട്ട എൻജിൻ്റെ ആ ഒരു ഡീസൽ എൻജിൻ്റെ സൗണ്ട് കേട്ടാ എന്താ സൗണ്ടില്ലേ. ടൊയോട്ട എൻജിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, അത് വളരെ റിലയബിളായ എൻജിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫോർ സിലിണ്ടർ ഇൻലൈൻ ഡീസൽ എൻജിനാണ് വന്നിരിക്കുന്നത്. ഏകദേശം 204 PS പവറും 500 Nm ടോർക്കുമായിട്ടുള്ളൊരു കിഡിലൻ എൻജിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ അടുത്തൊരു 6 സ്പീഡ് IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ വാഹനമാണ്. ഇത് ഓടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു വലിയ വണ്ടിയാണ് എന്ന് തോന്നൽ നമുക്ക് ഉണ്ടാവും. കാരണം നമ്മൾ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ അത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയൊരു വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നുള്ളതെന്ന് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഇത് ഒരു ഓഫ് റോഡ് വാഹനമാണ്, ഒരു ട്രക്കാണ് എന്നതിലൊരു ഉപരി ഇതിന് അത്യാവശ്യം പെർഫോമൻസും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പെർഫോമൻസോടുകൂടി ഓടിക്കാൻ നമുക്ക് പറ്റും. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഓഫ് റോഡ് വാഹനമാണല്ലോ, അപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ സൈഡ് എന്തായാലും നോക്കണം. സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡബിൾ വിഷ് ബോൺ എന്ന് പറയുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡബിൾ വിഷ് ബോൺ എന്തിനാണ്, ഏതൊക്കെ വണ്ടിയിൽ കോമൺ ആയിട്ട് കാണാമെന്ന് വെച്ചാൽ ഓഫ് റോഡ് വാഹനത്തിൽ കാണാം. അതുപോലെ തന്നെ പെർഫോമൻസ് സെഡാൻസിലും ഈ ഒരു ഡബിൾ വിഷ് ബോൺ സസ്പെൻഷൻ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സസ്പെൻഷൻ വളരെ നല്ല കംഫർട്ടായിട്ട് തന്നെ ഓടിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ റിയറിൽ നോക്കുകയാണെങ്കിൽ റിയറിൽ ലീഫ് സ്പ്രിംഗ് റിജിഡ് ആക്സിൽ എന്ന് പറയുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റാണ്. ഈ ഒരു സസ്പെൻഷൻ യൂണിറ്റ് കോമൺ ആയിട്ട് നമുക്ക് ട്രക്സിലും, അതായത് മിനി ട്രക്ക്, വലിയ വലിയ ലോറികളിലൊക്കെ കാണുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റാണ്. അപ്പോൾ ഇതൊരു ട്രക്കായതുകൊണ്ട് തന്നെ റിയറിൽ ആ ഒരു ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യമാണെങ്കിൽ ഫ്രണ്ടിൽ 2 ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രമ്മാണ് കൊടുത്തിരിക്കുന്നത്. റിയറിലും ഡിസ്ക് ബ്രേക്ക് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഒരു ഫീച്ചറുണ്ട്. അതായത് ഒന്നുമില്ല, ഒരു ട്രാക്ഷൻ കൺട്രോൾ യൂണിറ്റാണ്. അതായത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ട്രാക്ഷൻ വീലിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ഓട്ടോ ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇൻറ്റീരിയർ നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈനും ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ്, വയർലെസ് ചാർജിങ് ഡോക്ക്, അങ്ങനത്തെ ഈ സാധാരണ ഒരു വണ്ടിയിൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയിൽ കാണുന്ന എല്ലാ ഒരു ഇൻറ്റീരിയർ ഘടകങ്ങളും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ട്രക്കാണെന്ന് വെച്ച് ഈ ഒരു വണ്ടീനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ തീം വെച്ച് നോക്കുമ്പോൾ. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെഹിക്കിൾ സ്റ്റെബിലിറ്റി ഉണ്ട്, ഹിൽ അസിസ്റ്റൻറ്റ് കൺട്രോൾ, 7 എയർ ബാഗ് യൂണിറ്റ്, ABS, സ്പീഡ് ഓട്ടോ ലോക്ക്, ആൻറ്റി തെഫ്റ്റ്, അങ്ങനത്തെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ടൊയോട്ട ഹൈലക്സിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഡ്രൈവ് വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരിപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയുമായിട്ട് വീണ്ടും കാണുന്നവർക്ക് സ്റ്റേ സേഫ്.